നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനോട് മോഷത്തരം കാണിച്ച KSRTC ഡ്രൈവറുടെയും വാർത്തകൾ. പ്രതികരിച്ചത് CPM-കാരി ആയതുകൊണ്ട്, സഖാവായതുകൊണ്ട് തെമ്മാടിത്തരം കാണിച്ച KSRTC ഡ്രൈവർ ഇന്ന് കേരളത്തിലെ മാധ്യമ കൂട്ടിക്കൊടുപ്പുകാർക്കും വലതുപക്ഷ നിരീക്ഷകർക്കും വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കുമൊക്കെ വിശുദ്ധനാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചു പോകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഗോവിന്ദച്ചാമി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ആ പാവം സഹോദരി ഒരു SFI-കാരിയോ DYF-കാരിയോ ഇടതുപക്ഷ അനുഭാവിയോ ആയിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഗോവിന്ദച്ചാമിയെ ഇവരെല്ലാം വിശുദ്ധരാക്കുമായിരുന്നു. ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഇവരെല്ലാം ഒരുപക്ഷെ ഫാൻസ് അസോസിയേഷൻ വരെ ഉണ്ടാക്കുമായിരുന്നു. ഇതൊക്കെ നടക്കുന്നതിനിടയിൽ മനോരമയിലെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ഇതാണ് ആ വാർത്ത. അഹങ്കാരിയായ KSRTC ഡ്രൈവർക്ക് മുമ്പിൽ തന്റെ ഇടത്തോടെ KSRTC ബസ് തടഞ്ഞു നിർത്തിയ ധീര വനിത. ഇതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം KSRTC എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരാണല്ലോ. ഇടതുപക്ഷ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയൻ സഖാവാണല്ലോ. അപ്പൊ അതിനെ എങ്ങനെ കളങ്കപ്പെടുത്താമെന്നുള്ള രീതിയിലാണ് മനോരമ അന്ന് വാർത്ത കൊടുത്തത്. എന്നാൽ അതിനേക്കാളും എത്രയോ 10 മടങ്ങ് മോശത്തരമാണ് ഇന്ന് ഈ KSRTC ഡ്രൈവർ കാണിച്ചിരിക്കുന്നത്. സ്ത്രീകളോട് അശ്ലീലം കാണിക്കുക. ആ തെമ്മാടിയെ വെള്ളഭൂഷാൻ കാണിക്കുന്ന ഈ മാധ്യമ പ്രവർത്തനം കാണുമ്പോൾ സത്യത്തിൽ മാധ്യമ പ്രവർത്തനമല്ല ഇവർ ചെയ്യുന്നത്. അക്ഷരങ്ങൾ കൂട്ടിക്കൊടുത്ത് മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരായി കേരളത്തിലെ മാധ്യമ കൂട്ടിക്കൊടുപ്പ് സ്ഥാപനങ്ങളും മാധ്യമ കൂട്ടിക്കൊടുപ്പ് പ്രവർത്തകരും മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിൽ സാജൻ സ്കറിയായുടെ ഒരു പോസ്റ്റ് കണ്ടു. സാജൻ സ്കറിയായെ കുറിച്ച് നമുക്കറിയാം. അവന്റെ കുടുംബത്തിലുള്ള സ്ത്രീകളെ ആരെങ്കിലും മോശത്തരം കാണിക്കുകയോ അത് പ്രാക്ടിക്കലായിട്ട് പെരുമാറുകയോ ചെയ്താൽ അവൻ പറയുന്നത് ഒന്നേ ഉള്ളൂ: ഈ വാർത്ത എന്റെ ചാനലിലൂടെ ഞാൻ പുറത്തുവിടണ്ടായെങ്കിൽ ഞാൻ ചോദിക്കുന്ന ലക്ഷങ്ങൾ എനിക്ക് തരിക. ലക്ഷങ്ങൾ തന്നാൽ നിങ്ങൾ എൻ്റെ കുടുംബത്തിലെ സ്ത്രീകളോട് മോശത്തരം കാണിച്ച നിങ്ങളെ ഞാൻ നല്ലൊരു വിശുദ്ധനാക്കി മാറ്റുകയും ചെയ്യും. ഇതാണ് സാജൻ സ്കറിയ. കാശ് കിട്ടിയാൽ അവൻ എന്ത് തെമ്മാടിത്തരത്തിനും കൂട്ടുനിൽക്കും. അതിന് കാരണം മറ്റൊന്നുമല്ല, അഡ്രസ് ഇല്ലാതെ എവിടെയൊക്കെയോ ജനിച്ചു വീഴുന്നു, എവിടെയൊക്കെയോ വളരുന്നു. അങ്ങനെയുള്ളവർക്ക് സ്ത്രീകളോടെന്ത് ബഹുമാനം, സ്ത്രീകളോടെന്ത് പ്രതിബദ്ധത. കാശിനോട് മാത്രം അത്യാഗ്രഹവും ആർത്തിയും ഉണ്ടാവും. സ്വന്തം ഭാര്യയെ കൊണ്ട് സർക്കാരിന്റെ പണം അടിച്ചു മാറ്റാൻ ശ്രമിച്ചവനാണ്, അടിച്ചു മാറ്റിയവനുമാണ്. അതിന്റെ പേരിൽ വിജിലൻസ് അന്വേഷണം നേരിട്ടവനുമാണ്. അവൻ മാത്രമല്ല, അവന്റെ ഭാര്യയും. അപ്പോൾ ആ കാര്യത്തിലോട്ടൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. ഇനി പറയാനുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിനോടാണ്. നമ്മളാണ് ചിന്തിക്കേണ്ടതും തീരുമാനങ്ങൾ എടുക്കേണ്ടതും. കാരണം ഒരു വശത്ത് CPM-കാരാണെങ്കിൽ നന്മയുടെ കൂടെയാണ് അവർ നിൽക്കുന്നതെങ്കിലും മറുഭാഗത്ത് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അവരെ വിശുദ്ധരാക്കുക, അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു കൂട്ടരുടെ അജണ്ടയാണ്. അത് മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരുടെയും വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെയും അജണ്ടയാണ് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് തെറ്റാണ്. RSSന്റെ മുഖപുസ്തകമായ വിചാരധാരയിൽ എഴുതി വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണെന്ന്. പക്ഷെ വർത്തമാനകാല രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ഒന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണെന്ന്. ആ കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. അതിന് കോടികൾ ചിലവഴിച്ച് കേരളത്തിലെ അക്ഷരങ്ങൾ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരെയും ഏതാണ്ടൊക്കെ വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകരെയും വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കളെയും അവർ കയ്യിലെടുത്തു കഴിഞ്ഞു. ഇവരെല്ലാം ചേർന്നുകൊണ്ടിട്ട് കേരളത്തിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടതും അതിനെതിരെ പ്രതിഷേധിക്കേണ്ടതും അതിനെതിരെ ശബ്ദിക്കേണ്ടതും നമ്മൾ മലയാളികളാണ്. കാരണം ഇനി വരുന്നൊരു തലമുറയ്ക്ക് നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും നിലനിർത്തിക്കെടുക്കേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണെന്ന് ചിന്തിച്ച് ഈ ഉപജാപക സംഘത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് അണിചേരാം. കേരളീയർ എന്നുള്ള ചിന്തയിൽ, മലയാളികൾ എന്നുള്ള ചിന്തയിൽ എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു.